സർ, ഇത് നയന, എന്റെ ഫ്രണ്ടാ. ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, അത് ഇവളെ പറ്റിയാ. നയന, റിയയുടെ ഫ്രണ്ടാ. അപ്പൊ എൻ്റെ ഫ്രണ്ടാ. നീ ഇതെന്തായി കാണിക്കുന്നേ? എനിക്ക് തീരെ പറ്റുന്നില്ല. ഇടക്കേറി സംസാരിക്കരുത്. ഞാനെന്താ ചെയ്യുന്നത് എനിക്കറിയാം, മനസ്സിലായോ? ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസാ. ഇന്ന് എന്റെ ഫ്രണ്ട് എന്റെ കൂടെ വന്നേക്കുവാ. ഇനി നമുക്ക് ഇവിടെ ഒരുമിച്ച് താമസിക്കാം. വാവ്, ഈ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല. എടി, പിന്നെ ഈ റൂം എന്റെയാ. ആ റൂം നീ എടുത്തോ. നിനക്ക് എന്ത് വേണമെങ്കിലും നീ എടുത്ത് ഉപയോഗിച്ചോ. പക്ഷേ എന്റെ അണ്ടർ ഗാർമെന്റ്സ് എടുക്കരുത്. ഇവിടെ ശരിക്കും ഒരു ക്യൂവിന്റെ പോലെയാണല്ലോ ജീവിക്കുന്നത്. അതല്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചേ. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ ലോകം ഭരിക്കണം. നീ ചക്കരയാടി. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചേ, നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ട് എന്ത് കാര്യത്തിനാ? ഈ സിറ്റിയിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഫുൾ ഓൺ ഫ്രീഡം. താങ്ക് യു. വാ, നിനക്ക് ഞാൻ നിന്റെ റൂം കാണിച്ചു തരാം. പിന്നെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നൈന, വാ ഇരിക്ക്. നിന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വാ, സാറിനെ പരിചയപ്പെടുത്തി തരാം. സർ, ഇത് നയന, എന്റെ ഫ്രണ്ടാ. ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, അത് ഇവളെ പറ്റിയാ. നയന, റിയയുടെ ഫ്രണ്ടാ. അപ്പൊ എൻ്റെ ഫ്രണ്ടാ. നീ കാണാൻ നല്ല സുന്ദരിയാ. ഇതാണ് ദർശൻ സാറ്, എന്റെ ഗോഡ് ഫാദറും ഈ വീടിന്റെ ഉടമസ്ഥനുമാ. നയന, നിനക്ക് നല്ല ഫ്യൂച്ചറുണ്ട്. നീ ഒരുപാട് ഉയരത്തിലെത്തും. റിയ, നിന്റെ മീറ്റിംഗ് ഫിക്സ് ആണ്. കമ്മീഷണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. 7 PM. ഓക്കെ സർ. നിനക്ക് വേണ്ടി കാത്തിരിക്കുക. സോറി 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 ദർശൻ. ദർശനല്ല, ഡാഡി. സോറി സോറി ദർശൻ, പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ, ദർശനെന്നല്ല ഡാഡി വിളിക്കണം. വേണ്ട ദർശൻ, പറഞ്ഞ മനസ്സിലാവില്ലേ? പ്ലീസ് പറയുന്നേക്ക്. സോറി ദർശൻ, സോറി സോറി. പറയ്, ആരാ നിന്റെ ഡാഡി? You my daddy. റൈറ്റ്. നൈന, ഇതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി എടുത്ത ഡ്രസ്സാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ആ, അത് ചേരുന്നുണ്ട്. നീ അതൊന്ന് പോയി ഇട്ടേച്ച് വന്നേ. ആ.
കൊള്ളാലോടി, നീ ഇപ്പൊ സുന്ദരിക്കുട്ടിയായല്ലോ. ആ പക്ഷേ ഒന്ന് കറങ്ങി കാണിച്ചേ. എടി ഒരു കാര്യം ചെയ്, ദാ ഇതുകൂടെ ഒന്ന് ഇട്ടു നോക്ക്. വാവ്, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്, ഇതെല്ലാം നീ എടുത്തോ. റിയ, വാതിലോർക്ക്. നിനക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നുമില്ല, നീ പൊക്കോ. വാതിലോർക്ക്. നീ തുറക്കാതെ ഞാൻ പോവില്ല. എനിക്ക് പേടിയാവുന്നു. നീ എന്തെങ്കിലും ഒന്ന് പറ. ഞാനിപ്പോ വരാം. എടി, ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ നീ കിടന്ന് കരഞ്ഞേ? എടി, ഞാനൊന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. ഒന്ന് മനസ്സിലാക്ക്. എന്താ? നീ പോവാൻ നോക്ക്. ചെല്ല് ചെല്ല്. പക്ഷേ ബൈ. ദിയ, ഞാനിവിടെ വെളിയിലുണ്ട്. എന്തു പറ്റി? എന്തിനാ കരയുന്നേ? എനിക്ക് മതിയായി. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ. ഒരു ജോലി കിട്ടും, കുറെ പൈസ ഉണ്ടാക്കാം, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാം. എത്ര ദിവസം കഴിഞ്ഞു, എത്ര ഇന്റർവ്യൂ കൊടുത്തു, പക്ഷെ എവിടെയും ഒരു ജോലി എനിക്ക് കിട്ടിയില്ല. വീട്ടുകാരോട് എന്ത് ഉത്തരം പറയും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ കരയല്ലേ, നീ ഒരു സ്ട്രോങ് ഗേളല്ലേ, എല്ലാം ശരിയാവും. ധൈര്യമായിട്ടിരിക്കെ. എനിക്കുണ്ടല്ലോ, എനിക്ക് എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു ജോലി വേണം. എടി, ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ നിനക്കത് ചെയ്യാൻ പറ്റുമോ? ആ, എനിക്ക് എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് പൈസ ഉണ്ടാക്കാൻ മതി. എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല. ശരി, ഞാൻ ദർശൻ സാറിനോട് സംസാരിക്കാം. ഒരു കാര്യമുണ്ട്, ഒരു തവണ ഈ ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഇഷ്ടത്തിന് നിർത്താൻ പറ്റില്ല. നിർത്തിയാ വലിയ ഫൈൻ അടയ്ക്കണം. ആ, ഞാനെന്തിനത് നിർത്തണം? നീ എനിക്ക് ആ ജോലി മേടിച്ച. എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പൈസ ഉണ്ടാക്കിയേ പറ്റൂ. എനിക്ക് ജോലി കിട്ടിയെന്ന് വിചാരിച്ചോ? ഓക്കെ. ആ, താങ്ക് യു. വേഗം കാപ്പി കുടിക്കേ. ആ, പ്രിയ, നീ നയനോടെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാം. എനിക്ക് എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല.
വെരി ഗുഡ്. ഞാൻ എന്ത് പറഞ്ഞാലും നീ ചെയ്യുമോ? ചെയ്യും. ബെസ്റ്റ്. യു ആർ ഹയേർഡ്. ഇന്നു മുതൽ നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യണം. അപ്പൊ സാറേ, നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണം. ഇത് കുടിച്ചോടി. ചിയേഴ്സ്. Cheers. കുടിക്ക്. കുടിച്ചേ. കുടിക്ക് കുടിക്ക്. ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പഠിക്കണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു? ഇവള് കൊള്ളാം. താങ്ക് യു. അവളെ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. ആ കഷ്ടപ്പാടിന്റെ ഫലം നിനക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഹാ, നീ വന്നോ? ഇന്നലെ രാത്രി നീ പൊളിച്ചല്ലോടി. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നു. എടി, എന്തിനാ കുറ്റബോധം? ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യണ്ടേയല്ലേ? ശരി, അതൊക്കെ പോട്ടെ. എന്റെ ജോലി എന്താന്ന് പറയാവോ? എനിക്കൊന്നും ഓർമ്മയില്ല. അതെന്തായാലും നന്നായി. മറന്നു കളഞ്ഞാ പിന്നെ ഒന്നുകൂടി എളുപ്പാ. എന്നുവെച്ചാ? എന്നുവെച്ചാ ഇന്നലെ നമ്മൾ ചെയ്തില്ലേ, അത് തന്നെയാ നമ്മുടെ ജോലി. ക്ലയന്റിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അവരോടൊപ്പം സ്നേഹത്തോടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. നീ എന്തൊക്കെയാ പറയുന്നേ? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ആ ജോലിക്ക് പറയുന്ന പേരെന്താണെന്നറിയോ നിനക്ക്? ഹാ, അതൊക്കെ എനിക്കറിയാം. എനിക്ക് എന്റെ ഫാമിലിയുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കാൻ പറ്റിയ എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാൻ അതങ്ങ് ചെയ്യും. ഞാൻ ആരോടും പിച്ചേണ്ടാനൊന്നും പോകുന്നില്ലല്ലോ. മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്നുള്ളതൊന്നും എന്റെ പ്രശ്നമല്ല. പക്ഷെ ഈ ചെയ്യുന്നതൊക്കെ മോശമാ. മോശമാണെങ്കിലും കാശുണ്ട്. നിനക്കിതല്ലാതെ വേറെ എന്താ ഓപ്ഷൻ ഉള്ളത്? നീ പറ. നീ നിന്റെ ഫാമിലിയെ പറ്റി ആലോചിക്ക്. ഇന്റർവ്യൂ കൊടുക്കലേ ഉണ്ടാവുള്ളൂ, ജോലി കിട്ടാൻ പോകുന്നില്ല. ഇതാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എടി, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യല്ല. നിന്റെ തീരുമാനമാണ്. നിനക്ക് എന്ത് വേണേലും ചെയ്യാം. ഇന്നലെ രാത്രി ചെയ്തതിന്റെ 20,000 രൂപ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ബാക്കി നീ ആലോചിച്ചിട്ട് പറ. കൊള്ളാലോടി, നീ ഇപ്പൊ സുന്ദരിക്കുട്ടിയായല്ലോ. ഇനി ക്ലയൻസ് നിന്റെ പുറകെ നടക്കും. പക്ഷേ ഇതൊന്നും ശരിയല്ല. നീ നിക്ക്, ഞാനിപ്പോ വരാം. ഇന്നാ ഒരെണ്ണം അടിച്ചിട്ട് വെക്കോ. നിന്റെ വിഷമമൊക്കെ മറന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് കടക്ക്. പക്ഷെ ഞാൻ കുടിക്കാറില്ല. നീ കുടിക്കാറില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ വിഷമം മാറാനെങ്കിലും ഒരെണ്ണം കഴിക്ക്. വേഗാവട്ടെ, വാശി പിടിക്കണ്ട. ട്രൈ ചെയ്ത് നോക്ക്.
റിയ അയാള് വന്നു തോന്നുന്നു. ഞാനിപ്പോ വരാം. ഓക്കെ, നീ എൻജോയ് ചെയ്. ഓ റിയ മൈ ഡാർലിംഗ്, ഹൗ ആർ യു? നമ്മളെയൊന്നും ഇപ്പൊ ഓർമ്മയില്ലല്ലോ. എടി അത് കൊള്ളാം. നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ആ അപ്പൊ ശരി, അകത്തേക്ക് വാ. ഇതാണോ അവള്? ഹാ, ഇതാണ് എന്റെ ഫ്രണ്ട് നയന. ഇവള് ഫസ്റ്റ് ടൈമാ. കുറച്ച് സ്നേഹത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്. സ്നേഹത്തോടെ വേണമെന്ന് നീയാണോ പറയുന്നേ? നീ മറന്നുപോയോടി, നിന്നെ മുട്ടിന്ന് വിരിയിച്ചെടുത്തത് ഈ ഞാനല്ലേ? ശരി, അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്. ഞാൻ പോവാണ്. എൻജോയ്. എന്തോറ്റി? പേടിയാവുന്നുണ്ടോ? എടോ, താൻ പേടിക്കണ്ട. നിന്റെ സൗന്ദര്യത്തെ ആരാധിക്കുന്ന ഒരു ആരാധകനാ ഞാൻ. ആ സൗന്ദര്യം ഞാനൊന്ന് എൻജോയ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് ഇന്ന് രാത്രി എനിക്ക് നിന്നെ സ്നേഹിക്കണം. രണ്ടുപേർക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. താങ്ക് യു ദർശൻ സർ. ഓൾ താങ്ക്സ് ടു യു സർ. ഞങ്ങൾ ഇവിടം വരെ എത്തിയത് സാറ് കാരണമല്ലേ? ആ അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊന്നും കേൾക്കാൻ പറ്റിയ മൂഡിലല്ലേ ഇപ്പൊ ഞാൻ. നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്താൽ മാത്രം മതി. ലെറ്റ് മീ എൻജോയ്. ഷുവർ. നേന, നേന, നേന എഴുന്നേക്ക്. എന്താ പറ്റിയത് നിനക്ക്? നേന, കണ്ണു തുറക്ക്. നേന, എന്താ പറ്റിയത്? നേന, എഴുന്നേക്ക്, എഴുന്നേക്ക്. നിനക്ക് എന്താ പറ്റിയത്? റിയ, റിയ, റിയ ഇവളൊന്ന് പിടിക്ക്. റിയ, എന്താ പറ്റി? റിയ ഇവളെ നോക്കിയോ. ദർശൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാവും. നീ ഇവളെ നോക്കിയോ. ദാ. നൈന, നിന്നോട് ഇതാരാ ചെയ്തേ? എന്താ പറ്റിയത്? ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. നിക്ക്, ഞാൻ ദർശൻ സാറിനെ വിളിക്കാം. നീ എന്റെ കൂടെ വാ. നീ റെസ്റ്റ് എടുക്ക്. ഇതായി വെള്ളം കുടിക്ക. പതിയെ കുടിച്ചാ മതി. ഞാനിപ്പോ വരാം.
പ്രിയ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം. വേഗം ഇവിടുന്ന് ഓടിപ്പോയ്ക്കോ. പക്ഷെ എന്താ പറ്റിയേ? ഞാൻ ദർശനെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുക. അവന് ഭ്രാന്ത് പിടിച്ചു. നിങ്ങൾ വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. പക്ഷെ ഞാൻ ഇവളെ ഈ അവസ്ഥയില് എങ്ങോട്ട് കൊണ്ടുപോവാനാ? എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോ. ഇവിടെ എനിക്ക് നേരിടേണ്ടി വന്നത് നിങ്ങൾക്കും കൂടി നേരിടേണ്ടി വരരുത്. നമ്മൾ 3 പേര് ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സഹിച്ചവരാ. പ്ലീസ് ഇവിടുന്ന് പൊയ്ക്കോ. നീ എന്താടി കരുതിയേ? മുറിയിൽ അടച്ചിട്ടാ എനിക്ക് വാതിലെ പൊളിക്കാൻ പറ്റില്ലെന്നോ? നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. സർ, ഇവളുടെ അവസ്ഥ കണ്ടോ സർ? മിണ്ടാൻ പോയിട്ടൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല. അതിനിപ്പോ എന്താ? ശ്വാസം വലിക്കുന്നില്ലേ? ജീവനുണ്ടല്ലോ അവക്ക്. അതൊരു VIP കസ്റ്റമർ ആയിരുന്നു. അയാൾ കംപ്ലൈന്റ് ചെയ്യാൻ വിളിച്ചിരുന്നു എന്നെ. അയാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പോയിട്ട് അത് നിന്നെ കൊണ്ട് സാധിച്ചില്ല അല്ലേ? അയാള് സാറ്റിസ്ഫൈ ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ സർ. എങ്കിലും ചത്തേനെ. സാർ ഇത് എന്തൊക്കെയാ പറയുന്നേ? ചില്ലി കാശിന് വേണ്ടി ശരീരം വിൽക്കുന്ന നീ എന്നെ പഠിപ്പിക്കുന്നോടി. വിട്. ഞങ്ങള് ശരീരം വിൽക്കുന്നതിന്റെ പങ്കാടാ നീ തിന്നുന്നേ നാറി. അത് ശരി. ഇനി നീ ആരുടെ മുന്നിൽ നാവിട്ട് അനക്കരുത്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്കിലും നീ നന്നാവുന്നാ ഞാൻ കരുതിയെ. ഇന്ന് നന്നാവും, നാളെ നന്നാവും വിചാരിച്ചു. പക്ഷെ നീ ഒരിക്കലും നന്നാവില്ല. ഇനിയും നീ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കിനി പറ്റില്ല. ഒരുപാട് തെറ്റ് ചെയ്യാൻ ഞാൻ നിന്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ പോവാ. ഹലോ, പോലീസ് സ്റ്റേഷൻ.